അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു സാദ് 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായി നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ഇസ്ബിർ അല ഇസ്ബിർ, ഈ ഹംസത്തുൽ വസ്ലിന് കസ്റാണ്. കാരണം മൂന്നാമത്തെ അക്ഷരത്തിന് കസ്റുണ്ട് എന്നതാണ്. ഇതൊരു ഫിഅലാണ്, ക്രിയയാണ്. ക്രിയകളിൽ സാലിസുൽ ഫിഅൽ, തേർഡ് ലെറ്റർ, മൂന്നാമത്തെ അക്ഷരം മക്സൂറാണെങ്കിൽ, അതുപോലെ മഫ്തൂഹുമാണെങ്കിൽ, കസ്റോ ഫത്ഹോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് കസ്റ് കൊടുക്കണം എന്നതാണ്. ദമ്മാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ദമ്മും കൊടുക്കണം. ഇവിടെ ഇസ്ബിർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അക്ഷരമായ ബാഇന് കസ്റാണ്. ചേർത്തോതുമ്പോൾ ഈ ഹംസയെ കളയണം. എങ്ങനെയാ? ഖബ്ല യൗമിൽ ഹിസാബി ഇസ്ബിർ എന്ന് ഓതണം. സാധാരണ അങ്ങനെ ഓതുകയില്ല, ഓതുന്നതിനോട് വിരോധമില്ല. അഫ്ദൽ മുറിച്ച് വേർപിരിച്ച് ഓതലാണ്. ആയത്തുകളിലൊക്കെ വഖഫ് ചെയ്യുക. ഇസ്ബിർ, റാഇന് തർഖീഖ് കൊടുക്കണം, തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുണ്ട് എന്ന കാരണത്താൽ. സ്വാദിന് തഫ്ഖീമാണ്, തഫ്ഖീം നിസ്ബി. ഇസ്ബിർ, കാരണം മുമ്പിൽ കസ്റുണ്ട് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് ഇവിടെയും നൽകുക സ്വാദിന്. ഇസ്ബിർ ഇസ്ബിർ അലാ മാ യഖൂലൂന, ഖാഫിന് തഫ്ഖീം കൊടുക്കുക. വദ്കുർ അബ്ദന വദ്കുർ, റാഇന് തഫ്ഖീമാണ്. ഇവിടെ നാം നേരത്തെ സൂചിപ്പിച്ച കാര്യം, വാവ് ഇവിടെ നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ അത് വായിക്കേണ്ടത് ഉദ്കുർ എന്നാണ്. അങ്ങനെ വാവ് വേർപിരിച്ച് വായിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നാൽ തന്നെയും ആ ഹംസക്ക് എന്ത് ഹറക്കത്താണ് ഖത്അ ചെയ്യുമ്പോൾ വേണ്ടത് എന്നത് നമ്മൾ അറിയണം. ഹംസക്ക് ദമ്മാണ്, കാരണം മൂന്നാമത്തെ അക്ഷരമായ കാഫിന് ദമ്മാണ് എന്നതുകൊണ്ട്. വദ്കുർ അബ്ദന അബ്ദന, ബാഇന് ഖൽഖല സുഗ്റ നൽകുക, വ്യക്തമായി സുക്കൂൻ ചലിപ്പിച്ചോതുക. ദാവൂദ ദാവൂ എന്നുള്ള മദ്ദ് തംകീൻ. ദാവൂദ ദൽ ഐദ്, ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. വഖഫിൽ ദീർഘം നൽകാൻ അനുവാദമുണ്ട്. ലീനാണ്, മദ്ദുല്ലീൻ, ആരിദിൻ്റെ ഹുക്മ്. അപ്പോൾ ദൽ ഐദ്. ഇന്നഹു, നൂൻ മുഷദ്ദദ മണിക്കണം. ഹ ഉദ്ദമീറിൻ്റെ ദീർഘമാണ്, ശേഷം ഹംസയുണ്ട്, ഖത്അൻ്റെ ഹംസ. അപ്പോൾ ഈ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘമാണ്. ഇന്നഹു, മദ് മുൻഫസിൽ ജായിസിൻ്റെ ഹുക്മ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഇന്നഹു അവ്വാബ്, ബ് എന്ന് പൂർണ്ണമായി കേൾപ്പിക്കുക. ഖൽഖല കുബ്ര. അവ്വാ അല്ല, അവ്വാബ്. ഇന്നാ സഖർന, നൂൻ മുഷദ്ദദ മണിക്കണം. ഖാഇന് തഫ്ഖീം തടിപ്പിക്കണം, റാഇനും തടിപ്പിക്കൽ, തഫ്ഖീം. സഖർനൽ ജിബാല മഅഹു, ഹഇൻ്റെ ദീർഘം മദ്ദുസ്സില സുഗ്റയാണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂനാണ്. മഅഹ് എന്ന് ചേർത്ത് ഓതുമ്പോൾ മഅഹു യുസബ്ബിഹ്ന യുസബ്ബിഹ്ന, ഹ വ്യക്തമാക്കുക. ഹംസ്, റഖാവ ഇതൊക്കെ നൽകി വ്യക്തമായി ലൂസാക്കി അയവോടുകൂടി യുസബ്ബിഹ്ന ബിൽ അശിയ്യി, ഐനും വ്യക്തമാക്കി ഉച്ചരിക്കുക.
والإشراق والإشراق ഷീന് തഫശിയുള്ള അക്ഷരമാണ്. ഇഷ് ഇഷ് എന്ന ആ പരക്കൽ, വ്യാപിക്കൽ, അതാണ് തഫശി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാഖ്, റാഇനും അലിഫിനും തഫ്ഖീം, ഖാഫിനും തഫ്ഖീം. ഖാഫിന് ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കി ഉച്ചരിക്കുക, ശബ്ദം ചലിപ്പിച്ചുകൊണ്ട്. വത്തൈറ മഹ്ശൂറ, വത്തൈറ ത്വാഇനും റാഇനും തഫ്ഖീം. മഹ്ശൂറ, റാഇന് വീണ്ടും തഫ്ഖീം ചേർത്തോതുകയാണെങ്കിൽ മഹ്ശൂറതൻ കുല്ലു ലഹു, അല്ലേ? ഇഖ്ഫാ വരും, ഇഖ്ഫാ ഹഖീഖി. നിർത്തുമ്പോൾ മഹ്ശൂറ എന്ന് സുക്കൂനുള്ള ഹാ ഇമ്മൽ നിർത്തണം. കുല്ലു ലഹു, തൻവീനെ പൂർണ്ണമായും ലാമിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കുക. ലഹു അവ്വാബ്, ലഹു മദ്ദുസ്സില അൽ കുബ്ര, മുൻഫസിലിൻ്റെ വിധിയാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടുക, അനുവദനീയമാണ്. അവ്വാബ്, ബഅ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. വശദദ്നാ മുൽക, ദാല് സുക്കൂൻ നൽകപ്പെട്ട ദാലിനെ മദ്ദുസ് ഖൽഖല സുഗ്റ നൽകി വ്യക്തമാക്കുക. മുൽകഹു വആതൈനാഹുൽ ഹിക്മ, മുൽകഹു വആതൈനാഹുൽ ഹിക്മ. കാഫ് മഹ്മൂസായ അക്ഷരമാണ്. ഹിക്, ഹിക് എന്ന ഹംസോട് കൂടിയുള്ള ശബ്ദം. വഫസ്ലൽ ഖിതാബ്, വആതൈനാഹുൽ ഹിക്മത വഫസ്ല, സ്വാദ് തഫ്ഖീം കൊടുത്ത് വ്യക്തമാക്കുക, തടിപ്പിച്ചോദണം സ്വാദിന്. അൽ ഖിതാബ്, ഖാഇന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. ശേഷം താഉം അലിഫും പൂർണ്ണമായ തഫ്ഖീം നൽകി അൽ ഖിതാബ് ബ് എന്ന് ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اصبر على ما يقولون واذكر عبدنا داود ذا الأيد إنه أواب. إنا سخرنا الجبال معه يسبحن بالعشي والإشراق والطير محشورة كل له أواب. وشددنا ملكه وآتيناه الحكمة وفصل الخطاب. الحمد لله.